ഒരാഴ്ച നീണ്ടുനിന്ന ഓപ്പറേഷനു ശേഷം വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങി. വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുമാണ് ഇസ്രായേൽ സേന പിൻവാങ്ങിയത്. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു വെസ്റ്റ് ബാങ്കിൽ അരങ്ങേറിയത്. ഓപ്പറേഷൻ സമ്മർ ക്യാമ്പ് എന്ന് പേരിട്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലാണ് കഴിഞ്ഞ 10 ദിവസമായി ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. ജെനിൻ, തുൽക്കരേം പട്ടണങ്ങളിലാണ് പോരാട്ടം പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. ആക്രമണത്തിൽ 39 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അധികൃതർ പറഞ്ഞു. അവരിൽ 21 പേർ ജെനിനിലാണ്. എന്നാൽ ഇവരിൽ 30 പേരെങ്കിലും ഭീകരരാണെന്നാണ് ഇസ്രായേലിന്റെ വാദം. പ്രവർത്തനങ്ങളിൽ ഒന്നിലധികം വിജയങ്ങൾ നേടിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ജെനിനിൽ ഒരു പള്ളിയുടെ അടിയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കളുടെ ലാബ് കണ്ടെത്തി പൊളിച്ചു നീക്കിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. 2 തീവ്രവാദി കൂട്ടാളികളെയും ജെനിനിന്റെ ഹമാസ് കമാൻഡർ വസീം ഹമസിനെയും വധിച്ചതായും അവകാശപ്പെട്ടു. UN പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 128 പലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ 7 ശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 26 കുട്ടികളും ഉൾപ്പെടുമെന്നാണ് UN വിശദമാക്കുന്നത്. ഇത് ആദ്യമായല്ല നുർഷാമ്പിലെ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. പലസ്തീൻ റെഡ് ക്രസന്റ് വിശദമാക്കുന്നതനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ ഇസ്രായേലിന്റെ 2 ദിവസം നീണ്ട ആക്രമണത്തിൽ 14 പേർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു. ജൂലൈ മാസത്തിൽ ഇസ്രായേൽ സൈന്യം ക്യാമ്പിലേക്കുള്ള പ്രധാന പാത തകർത്തിരുന്നു. ഗാസയിൽ ഇതുവരെ 40,005 പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വിശദമാക്കുന്നു. ജനസംഖ്യയുടെ 1.7% പേർ ഒക്ടോബർ 7 ശേഷം കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. മരിച്ചവരിൽ ഏറെയും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വിശദമാക്കുന്നത്. ഇസ്രായേൽ ആക്രമണം നടത്തിയ ജെനിനിൽ 50,000-ഓളം പേർ താമസിക്കുന്നുണ്ട്. ഇതിൽ 14,000 പേർ അഭയാർത്ഥികളാണ്. മുൻപും ജെനിന് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഗാസ എന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത്. പലസ്തീൻ പോരാളികളുടെ സങ്കേതമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ജെനിനെ നിരന്തരം ആക്രമിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും അഭയാർത്ഥികളടക്കമുള്ള സാധാരണക്കാർക്കാണ്. ഫതഹിന്റെ സായുധ വിഭാഗം അടക്കമുള്ള നിരവധി പോരാളി സംഘടനകൾ ഇവിടെയുണ്ട്. ജെനിൻ ബ്രിഗേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കീഴിലാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. 2ാം ഇന്തിഫാദയുടെ കാലത്ത് 2002 വലിയ ആക്രമണമാണ് ജെനിനിലുണ്ടായത്. മാസങ്ങൾ നീണ്ടുനിന്ന ആക്രമണത്തിൽ 52 പലസ്തീനികളും 23 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി. ജെനിൻ സർക്കാർ ആശുപത്രിയും ഇസ്രായേൽ ഉപരോധിച്ചു. ഇതുകാരണം ആരോഗ്യ പ്രവർത്തകർക്ക് ജോലി ചെയ്യാനായില്ല. ആംബുലൻസുകളുടെ യാത്രയും തടസ്സപ്പെട്ടു. സൈന്യത്തിനു പുറമെ ഇസ്രായേലിലെ അനധികൃത കുടിയേറ്റക്കാരും ജെനിനിൽ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്തുണയോടെയാണ് ഇവരുടെ അതിക്രമങ്ങൾ. ഇതിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ, തുൽക്കറം, തുബാസ് എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങിയത്. ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവുമായിരുന്നു ആക്രമണം. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം 21 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഇതിൽ കുട്ടികളടക്കമുള്ളവർ ഉണ്ടെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയായ UNRWA വ്യക്തമാക്കി. ലോകവുമായുള്ള ഞങ്ങളുടെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. ആശയവിനിമയമോ ഇന്റർനെറ്റോ ഇല്ല. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ജെനിൻ സ്വദേശിയായ അബ്ദുറഹ്മാൻ അബൂറയ മിഡിൽ ഈസ്റ്റ് ഐയോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം തന്റെ വീട് സൈന്യം ആക്രമിക്കുകയും കുട്ടികളടക്കമുള്ള 2 മുറികളിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. പാല്, റൊട്ടി, മരുന്നുകൾ തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ പോലും ഈ സമയത്ത് നിഷേധിക്കപ്പെട്ടു. അവർക്ക് വായു വിച്ഛേദിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതും ചെയ്യുമായിരുന്നു. 2002 ശേഷം ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നും അബൂറയ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.